പ്രിയങ്ക തന്നെ വരണം എന്നാണ്. 15 വർഷം കൊണ്ട് എന്തൊക്കെ വികസനങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത്? അതെ, എല്ലാ വികസനവും നടത്തിയല്ലോ. അപ്പൊ ഒരുവിധം എല്ലാ വികസനങ്ങളൊക്കെ നടത്തി. ഇദ്ദേഹം തന്നെ വന്നാൽ നല്ല കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റോഡ് കാര്യങ്ങൾ അത് ഇതൊക്കെ കുറെ ഫണ്ട് കുന്നമലം ചുറ്റു വേണ്ടി കുറെ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ MLA കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ പേഴ്സണൽ അഭിപ്രായം സ്കൂളുകളായിട്ടും കോളേജുകളായിട്ടും ഒക്കെ ഇഷ്ടം പോലെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. ഇദ്ദേഹം തന്നെ തുടരണം. കേരളം ഇപ്പൊ നിലവിലുള്ള നല്ല അഭിപ്രായം. ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട്, അപ്പൊ ഇദ്ദേഹം തന്നെ തുടരണം എന്നാണോ? അതെ, ഇവിടെ ഉണ്ടായിട്ടുള്ള വികസനങ്ങളൊക്കെ നല്ല വികസനം. പേഴ്സണലി എന്തെങ്കിലും പറയാനുണ്ടോ? ബസ്സിലൊന്നും പറയാനല്ലോ, നല്ല വികസനം. എല്ലാ പുതിയ പാലങ്ങള് റോഡുകളൊക്കെ വന്ന് ഇനിയിപ്പോ 1-2 കൂടി വരാണ്ട് പാലോ ചെട്ടി. പാവങ്ങളുടെ പെൻഷൻ മുടക്കി 18 മാസം കുടിശ്ശികയാക്കിയ UDF കാലം, മന്ത്രി ആഫീസുകളിൽ അഴിമതി നിറഞ്ഞ കാലം, സംസ്ഥാനം വ്യവസായങ്ങളുടെ ശവപ്പറമ്പായ UDF കാലം, മാവേലി സ്റ്റോറുകൾ കാലിയായ UDF കാലം, KSRTC തനിയെ നിൽക്കുമെന്ന് മന്ത്രി വിലപിച്ച കാലം, തെരുവുകൾ മാലിന്യ കൂമ്പാരമായ ദുർഗന്ധകാലം, ദേശീയപാതയുടെ നിർമ്മാണം മടക്കിക്കിട്ടിയ UDF കാലം, ഗെയിൽ പാചകവാതക പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈവേ എന്നിവ അസാധ്യമെന്ന് പറഞ്ഞു ഉപേക്ഷിച്ച UDF കാലം, മലയോര തീരദേശ ഹൈവേ നിർമ്മാണം തടയുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവരാണ് UDF. വയനാട്ടിലേക്കുള്ള തുരങ്കപാത നിർമ്മാണം സമ്മതിക്കില്ലെന്ന് പറഞ്ഞവരാണ് UDF. ലൈഫ് മിഷൻ ഉൾപ്പെടെ 4 മിഷനുകളും പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ചവരാണ് UDF. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പാഠപുസ്തകങ്ങൾ ഇല്ലാതിരുന്ന കാലം, വിദ്യാർത്ഥികൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠനം നടത്തിയ കാലം, ഓണം നേരത്തെ എത്തിപ്പോയെന്ന വിചിത്രവാദം നടത്തിയ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലം, പവർക്കട്ടും ലോഡ് ഷെഡിങ്ങും നിത്യസംഭവമായിരുന്ന UDF കാലം, UDFന്റെ ഇരുണ്ട കാലത്തിലേക്ക് വീണ്ടും കേരളത്തെ തള്ളികിടാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥിക്കായിരിക്കട്ടെ നിങ്ങളുടെ വോട്ടുകൾ. ഇപ്പൊ ഒരു ഗോളിയോർ അയൺസിന്റെ സ്ഥലം ഏറ്റെടുത്തിട്ട് വികസന പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാകത്തിനാക്കിയിട്ടില്ല എന്നിട്ടുള്ളൊരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. എന്താണ് റഹീം ഖാ ഇതിനോടുള്ളൊരു നിലപാട്? ഗോളിയോർ അയൺസിന്റെ സ്ഥലം എന്ന് പറയുമ്പം അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി അല്ല. ആ സ്ഥലത്തില് 100-200 ഏക്കർ അവർ സ്വന്തം വില കൊടുത്ത് വാങ്ങിയതാണ്. കുറെ സ്ഥലം ഗവൺമെന്റ് വ്യാവസായ ആവശ്യത്തിന് വേണ്ടി അക്വയർ ചെയ്ത് കൊടുത്തതാണ്. അതിന് പണം കൊടുത്തത് ഗോളിയോർ അയൺസ് ആണ്. ഭൂമി അവരുടേതാണ്. നമുക്കതിൽ നിർബന്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ വ്യവസായം മാത്രമേ തുടങ്ങാൻ പറ്റൂ, മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്ഥലം വെറുതെ ഇട്ടപ്പം ഗവൺമെന്റ് ഒരു ശ്രമം നടത്തി അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് ജിയോ ഇറക്കി അത് ഏറ്റെടുത്തുകൊണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിപ്പോൾ സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹൈക്കോടതിന്റെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി സ്റ്റേ ചെയ്ത് വെച്ച കാര്യത്തിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്.